സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം തെരുവ് നായകളെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അക്രമകാരികളായ നായകളെ കൊല്ലാം. അങ്ങനെ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പെരിന്തൽമണ്ണയിലെ മുഴുവൻ വാർഡുകളിലും ഓരോ ABC കൂടുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് പെരിന്തൽമണ്ണ നഗരസഭയുടെ പുതിയ നയം. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ നഗരത്തിലെ രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ നഗരസഭയുടെ പുതിയ പദ്ധതി. താൽക്കാലികമായി നായകളെ പിടികൂടുന്നതിന് പകരം വന്ധ്യംകരണം, സംരക്ഷണം, ദത്തെടുക്കൽ എന്നിവ ഉൾപ്പെടുന്ന സമഗ്ര പദ്ധതിക്കാണ് നഗരസഭ രൂപം നൽകുന്നത്. നഗരസഭ കൗൺസിൽ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഫാറൂഖിന്റെ അധ്യക്ഷതയിലായിരുന്നു കൗൺസിൽ യോഗം. പെരിന്തൽമണ്ണ നഗരത്തിലെ തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള നടപടികളുമായി നഗരസഭ. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഫാറൂഖിന്റെ അധ്യക്ഷതയിൽ ചേർന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. 56 അജണ്ടകളാണ് കൌൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തത്. നഗരത്തിലെ വിവിധ റോഡുകളുടെ ശോചനീയാവസ്ഥ, പെരിന്തൽമണ്ണ GHSS സ്കൂളിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, മാലിന്യ സംസ്കരണ പ്ലാന്റിലെ ബയോശക്തി സംവിധാനം തുടങ്ങിയ വിഷയങ്ങളും യോഗത്തിൽ പരിഗണിച്ചു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് നഗരത്തിലെ രൂക്ഷമായ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട അജണ്ടയായിരുന്നു. തെരുവുനായ ശല്യത്തിന് താൽക്കാലിക പരിഹാരമല്ല, ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്ന നിലപാടാണ് കൌൺസിലർമാർ മുന്നോട്ട് വെച്ചത്. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ നമ്മുടെ വാർഡിൽ കൊണ്ടുവരാനും പാടില്ല, നമ്മുടെ പ്രശ്നം അവസാനിക്കണം എന്ന് പറഞ്ഞാൽ രണ്ടു കൂടി എങ്ങനെ നടക്കാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വാർഡിൽ പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഒഴിഞ്ഞ സ്ഥലത്തിൽ കൂടുമാറ്റിനോട് വെക്കേണ്ടി വരും. അതിനെ സംരക്ഷിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മൾ ബാധ്യസ്ഥരാണ്, നമ്മൾ ചെയ്യണം. ആ ചെയ്യുമ്പോഴൊരു പരിഹാരം ഉണ്ടാവും. ആ പരിഹാരത്തിലേക്ക് നമ്മൾ പോകണം. അതിൽ എല്ലാവരും കൂടെ നിൽക്കണം. അത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അതിൻ്റെ സാങ്കേതികത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ സാങ്കേതികതയില്ല. അത് നമ്മൾ പ്രൊജക്റ്റ് അടിയന്തരമായി വെച്ചിട്ടോ അല്ലെങ്കിൽ മുൻകൂർ അനുമതി നൽകിയിട്ടോ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പറയുകയും 8 മാസം കഴിഞ്ഞ് ചെയ്യുകയും ചെയ്യുന്ന പ്രശ്നമില്ല. നമ്മളെ പല ഈ രാവിലെ മദ്രസയിൽ പോകുന്ന കുട്ടികൾ, സൈക്കിളിൽ പോകുന്ന കുട്ടികളുടെ പിന്നാലെ വലിയ സെന്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് കടിച്ചതിന് ശേഷം നമുക്ക് വർത്തമാനം പറയുന്നതിന് മുമ്പായിട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണം. അതിന് നമ്മൾ എല്ലാവരും, അത് കൗൺസിലർമാരാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അതിൻ്റെ സാങ്കേതികത്വത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അതിന് എളുപ്പവും ഷോർട്ട് കട്ടുകൾ കണ്ടുകൊണ്ട് ഓരോ വാർഡിൽ ആദ്യം 2-3 വാർഡ് തുടങ്ങുക. ആ 3 വാർഡ് തുടങ്ങുമ്പോൾ അടുത്ത ഡിമാൻഡ് വരും. അടുത്ത വാർഡിലേക്ക് ഇങ്ങോട്ട് 37 വാർഡ് 10 ദിവസം തുടങ്ങി ഉദ്ഘാടനം ചെയ്യാൻ അഭിപ്രായമല്ല. അതിൽ പറഞ്ഞ 1 മാഷ വാർഡിലും 1 എൻ്റെ വാർഡിലും, അതുപോലെ ഏറ്റവും നായക പ്രശ്നമുള്ള അഡീഷണൽ വാർഡുകൾ സ്ഥലം നമുക്ക് നോക്കാം. ആ സ്ഥലത്ത് നമുക്ക് ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ എല്ലാവരും തയ്യാറായി മുമ്പോട്ട് പോകണം. ഓരോ വാർഡിലും തെരുവു നായകൾക്കായി APC കൂടുകൾ സ്ഥാപിക്കാനാണ് നഗരസഭയുടെ പദ്ധതി. വന്ധ്യംകരിച്ച നായകളെ ഇവിടെ സംരക്ഷിക്കുന്നതിനൊപ്പം ഓരോ വാർഡിലും നായ സംരക്ഷണ സമിതിയും രൂപീകരിക്കും. വാർഡ് കൌൺസിലർ ചെയർമാനായിരിക്കും സമിതിയുടെ നേതൃത്വം. മൃഗസ്നേഹികളെയും സമിതിയിൽ ഉൾപ്പെടുത്തും. 10 വാർഡുകൾക്ക് ഒരു നോഡൽ ഓഫീസറെയും ആരോഗ്യ വിഭാഗത്തിൽ നിന്ന് നിയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നായകളെ പിടികൂടുന്നതിനായി പ്രത്യേക വാഹനം ഏർപ്പെടുത്താനും വെറ്റിനറി ഡോക്ടറുടെ സേവനം ഉറപ്പാക്കാനും പദ്ധതിയുണ്ട്. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി കേരളത്തിലെ മറ്റു പ്രദേശങ്ങളെപ്പോലെ തന്നെ തെരുവുനായ ശല്യം വളരെ രൂക്ഷമായുള്ളൊരു പ്രദേശമാണ്. ഈ തെരുവുനായയുടെ ശല്യം എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കൗൺസിലിൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തമായൊരു രൂപരേഖ തയ്യാറാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 18-ാം തീയതി കൂടിയ മുനിസിപ്പൽ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഒരു തീരുമാനമാണ് ഇന്നിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ആ തീരുമാനമെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം തെരുവ് നായകളെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അക്രമകാരികളായ നായകളെ കൊല്ലാം. അങ്ങനെ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പെരിന്തൽമണ്ണയിലെ മുഴുവൻ വാർഡുകളിലും ഓരോ ABC കൂടുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് പെരിന്തൽമണ്ണ നഗരസഭയുടെ പുതിയ നയം.
എല്ലാ വാർഡിലും ഓരോ കൂട് നിർമ്മിക്കുകയും 2 അറകളുള്ള കൂട് ഒരു 15-20 നായകളെ അതിനകത്ത് വന്ധ്യംകരണം ചെയ്ത് അതിനകത്ത് പിടിച്ചിടുകയും ഭംഗിയായി അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അതിൻ്റെ വേസ്റ്റ് എല്ലാം വളരെ വ്യക്തമായ രീതിയിൽ ക്ലീൻ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവുകയും അതിന് ഓരോ വാർഡിലും ഓരോ നായ സംരക്ഷണ സമിതി രൂപീകരിക്കുകയും ചെയ്യുകയാണ്. അതിൻ്റെ ചെയർമാൻ വാർഡ് കൗൺസിലറായിരിക്കും. അതേപോലെ തന്നെ എല്ലാ മൃഗസ്നേഹികളും ആ കമ്മിറ്റികളിലുണ്ടാവും. ഓരോ വാർഡിൽ നിന്നും നായകളെ പിടിച്ച് അതിന് മൃഗഡോക്ടറുടെ നേതൃത്വത്തിൽ വന്ധ്യംകരണം ചെയ്ത് ഈ കൂടുകളിൽ പാർപ്പിക്കുകയാണ്. അങ്ങനെ കൂടുതൽ പാർപ്പിക്കുമ്പോൾ 10 വാർഡുകൾക്ക് ഒരു നോഡൽ ഓഫീസർ എന്നുള്ള രീതിയിൽ മുനിസിപ്പലിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു JHIക്ക് ചാർജ് കൊടുത്തുകൊണ്ട് അതേപോലെ തന്നെ ഈ തരത്തിലുള്ള ഒരു സംരക്ഷണ സമിതിയെ രൂപീകരിച്ചുകൊണ്ട് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തെരുവു നായകൾക്കൊപ്പം ഭക്ഷണത്തിനും പ്രത്യേക സംവിധാനം ഒരുക്കും. നഗരത്തിലെ ഹോട്ടലുകളിൽ രാത്രിയിൽ ബാക്കി വരുന്ന ഭക്ഷണം നഗരസഭ നേരിട്ട് ശേഖരിച്ച് നായകൾക്ക് നൽകുന്നതിനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത്. അതോടൊപ്പം സംരക്ഷണ കേന്ദ്രങ്ങളിലെ നായകളെ മൃഗസ്നേഹികൾക്കും താല്പര്യമുള്ള കുടുംബങ്ങൾക്കും സൗജന്യമായി ദത്തെടുക്കാനുള്ള സൗകര്യവും ഒരുക്കും. വീട്ടിൽ നായയെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് ആവശ്യമായ വന്ധ്യീകരണം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നഗരസഭയുടെ നേതൃത്വത്തിൽ സഹായം നൽകുമെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നാലകത്ത് ബഷീർ വ്യക്തമാക്കി. അപ്പോൾ അവരുടെ ഭക്ഷണം തീറ്റ ഒരു വിഷയമാണ്. ഞങ്ങൾ പെരിന്തൽമണ്ണ ധാരാളം ഹോട്ടലുകളുള്ളൊരു നാടാണ്. ഹോട്ടലിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രാത്രിയായ അർദ്ധരാത്രിയായ 12 മണി വരെയൊക്കെ പ്രവർത്തിക്കുന്ന ഹോട്ടൽ അത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ മുഴുവൻ മുനിസിപ്പാലിറ്റി നേരിട്ട് കളക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ്. അങ്ങനെ രാത്രിയിൽ ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ നേരിട്ട് കളക്ട് ചെയ്യുമ്പോൾ പെരിന്തൽമണ്ണയിലുള്ളവർക്കും പെരിന്തൽമണ്ണയിൽ വരുന്ന ഫ്ലോട്ടിംഗ് പോപ്പുലേഷനും പുതിയ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ടാവും. ഒരിക്കലും പഴയ ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് അടുത്ത ദിവസം കൊടുക്കേണ്ട ഒരു സാഹചര്യം പെരിന്തൽമണ്ണയിൽ ഉണ്ടാകുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ബാക്കി വരുന്ന ഭക്ഷണം മുഴുവൻ കളക്ട് ചെയ്യുകയും അത് എല്ലാ നായകൾക്കും കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യും. അതേപോലെ തന്നെ മൃഗസ്നേഹികൾക്ക് ഇതിൽ നിന്ന് നല്ല നായ്ക്കളെ കുട്ടികളെ ഒക്കെ ദത്തെടുക്കാനുള്ള അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടെ ഒരുക്കുന്നുണ്ട്. ഏതെല്ലാം വീടുകളിൽ നായയെ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വന്ധ്യംകരണം ചെയ്ത് ഇഞ്ചക്ഷൻ അടിച്ച് അവർക്ക് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനവും നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. തെരുവ് നായ സ്നേഹികൾക്ക് അല്ലെങ്കിൽ നായ സ്നേഹികൾ മൃഗസ്നേഹികൾക്ക് അവരുടെ വീട്ടിൽ ഒരു കൂട് വെക്കാൻ അവർ പറയുകയാണെങ്കിൽ അവരുടെ വീട്ടിലും മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു കൂട് വെച്ച് കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ എന്ത് വില കൊടുത്തും പെരിന്തൽമണ്ണയിലുള്ള ഈ തെരുനായ ശല്യം അവസാനിപ്പിക്കുക എന്ന് തന്നെയാണ് ഈ കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. പെരിന്തൽമണ്ണ ജനങ്ങളെ സംരക്ഷിക്കണം, അതേപോലെ തന്നെ തെരുനായകളെ നശിപ്പിക്കാനും പാടില്ല എന്നുള്ള രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇതേ ഒരു മാർഗമുള്ളൂ. ഈ മാർഗവുമായി ജനങ്ങളെല്ലാവരും സഹകരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇല്ല, ജനങ്ങളിൽ തെരുവ് നായ്ക്കളെ നമ്മൾ ദത്ത് കൊടുക്കുന്നതിന് 1 രൂപ പോലും മുനിസിപ്പാലിറ്റിയിലേക്ക് പണമായി നൽകേണ്ടതില്ല. സൗജന്യമായി അവർ നമ്മളെ കൂടുകളിൽ നിന്ന് സെലക്ട് ചെയ്ത നായകളെ അവർക്ക് കൊണ്ടുപോകാവുന്നതാണ്. അവരുടെ വീട്ടിൽ തന്നെ നമുക്ക് അതിന് സംവിധാനം ഉണ്ടായി കൊടുക്കുന്നതാണ്. മറ്റ് യാതൊരു ചെലവും അതാത് വീട്ടുകാർക്ക് ഉണ്ടാകുന്നതല്ല. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം തെരുവു നായകളെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് നഗരസഭയുടെ ലക്ഷ്യം. ഇതിന് ജനങ്ങളുടെ സഹകരണം അനിവാര്യമാണെന്നും നഗരസഭ വ്യക്തമാക്കി. തെരുവുനായ പ്രശ്നത്തിന് പുറമെ പെരിന്തൽമണ്ണ GHS സ്കൂളിലെ സുരക്ഷാ സൗകര്യങ്ങളും യോഗത്തിൽ ചർച്ചയായി. റോഡുകളുടെ ശോചനീയാവസ്ഥയും യോഗത്തിൽ പ്രധാന ചർച്ചയായി. 24 വാർഡിലെ ഒലിങ്കര മുതൽ വളയമൂച്ചി വരെയുള്ള റോഡിലെ വലിയ കുഴികൾ അടച്ച് പുനരുദ്ധാരണ പ്രവൃത്തി നടത്തണമെന്ന ആവശ്യം പരിഗണിച്ചു. എന്നാൽ പ്രശ്നം ഒരു വാർഡിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും നഗരസഭയിലെ എല്ലാ വാർഡുകളിലെയും റോഡുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. നഗരത്തിലെ വിവിധ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനമായി. അവിടെ
ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന തെരുവുനായ ശല്യം, റോഡുകളുടെ ശോചനീയാവസ്ഥ, സ്കൂളുകളിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ വിഷയങ്ങളാണ് പെരിന്തൽമണ്ണ നഗരസഭാ കൌൺസിലിൽ പ്രധാനമായും ചർച്ചയായത്. 56 അജണ്ടകളിൽ തെരുവുനായ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള നടപടികൾക്കാണ് പ്രത്യേക പ്രാധാന്യം ലഭിച്ചത്. ചാനൽ 10 പെരിന്തൽമണ്ണ. ഇനി പഠനത്തോടൊപ്പം തൊഴിലും ഉറപ്പാക്കാം. പെർഫെക്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ എഞ്ചിനീയറിംഗ്, ഫയർ ആൻഡ് സേഫ്റ്റി, അധ്യാപക പരിശീലനം, MCVT കോഴ്സുകൾ തുടങ്ങി വൈവിധ്യമാർന്ന പഠന കോഴ്സുകളിലൂടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ കരിയർ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി പെർഫെക്റ്റ് ജൈത്രയാത്ര തുടരുന്നു. PSC അംഗീകൃത എഞ്ചിനീയറിംഗ് കോഴ്സുകളായ ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, AC, റെഫ്രിജറേഷൻ എഞ്ചിനീയറിംഗ് എന്നിവയ്ക്കൊപ്പം 1 വർഷത്തെ ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് കോഴ്സും NCVT അംഗീകൃത ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡിപ്ലോമ ഇൻ എലിമെന്ററി കോഴ്സിനൊപ്പം ഹിന്ദി, അറബിക് അധ്യാപക പരിശീലനവും ഇവിടെ നൽകി വരുന്നു. അത്യാധുനിക ലാബ് സൗകര്യങ്ങൾ, വിശാലമായ ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകരും പ്രായോഗിക പരിശീലനത്തിന് പ്രാധാന്യം നൽകുന്ന പഠന രീതികളും, കൂടാതെ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് 100% പ്ലേസ്മെന്റ് ഉറപ്പു നൽകുന്നു. പെർഫെക്റ്റ് ITI ആൻഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, പട്ടിക്കാട്, പെരിന്തൽമണ്ണ.